ഹർത്താൽ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗാന്ധി സ്ക്വയറിൽ രാവിലെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് വന്ന് അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പം തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. കടകളൊന്നും തുറന്നിട്ടില്ല. അതിൽ തന്നെ കുറച്ച് പ്രൈവറ്റ് വണ്ടികളും ഒന്നോ രണ്ടോ ഓട്ടോകളും അല്ലാതെ നിലവിൽ വേറെയൊന്നുമില്ല. ഒരു ചെറിയൊരു പ്രകടനമായിട്ട് അവർ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ട്, അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക്. ഇത് തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ്. പ്രൈവറ്റ് വണ്ടികളൊന്നും തന്നെ, ബസ്സുകൾ ഒന്നും തന്നെ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. കാരണം ഇന്നലെ തന്നെ അവർ ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങി സഹകരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നിർബന്ധിച്ച് ആരെയും അടപ്പിക്കില്ലെന്നും അതുപോലെ തന്നെ സർവീസുകൾ തടയില്ലെന്ന് പറഞ്ഞെങ്കിലും രാവിലെ പക്ഷേ അതവർ തടയുന്നുണ്ടായിരുന്നു. തുറന്ന കടകളൊക്കെ അടപ്പിച്ചു. ഇപ്പം ഒന്നോ രണ്ടോ മെഡിക്കൽ സ്റ്റോറ്, പിന്നെ പ്രൈവറ്റ് വണ്ടികളാണ് കിടക്കുന്ന വണ്ടികൾ. അത് പോകുന്നതല്ല, അത് ഇവിടെ തന്നെ കിടക്കുന്ന വണ്ടികളാണ് പ്രൈവറ്റ് വണ്ടികൾ. പിന്നെ KSRTC മാത്രമാണ് 2-3 സർവീസ് നടത്തുന്നത്. അത് പ്രൈവറ്റ് വണ്ടികളില്ലാത്തതുകൊണ്ട് അവർ സ്റ്റാൻഡിൽ വന്ന് കിടക്കുക, അല്ലെങ്കിൽ അവരിവിടെ ഇങ്ങനെ കിടക്കുന്നതല്ല. ഇന്ന് യാത്രക്കാരെങ്കിലും ഇറങ്ങുവാണെങ്കിൽ ഇതൊരു വളരെയധികം ബുദ്ധിമുട്ടിലാകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് അവർക്കെന്തെങ്കിലും കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തിനോ ഒരു കുപ്പി വെള്ളം മേടിക്കണമെങ്കിലോ പോലും ഒരു കടകളും തുറന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും നമ്മുടെ ക്ലീനിങ് ചേച്ചിമാർ അവർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ കാണേണ്ടതാണ്. എന്ന് KG മീഡിയയ്ക്ക് വേണ്ടി കണ്ണൻ.